ജനകീയ സമരം നടത്തിയ അതിന് നേതൃത്വം കൊടുത്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒട്ടേറെ സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നവകേരള സദസ്സ് പരാജയപ്പെട്ടതിൻ്റെ കലിപ്പാണിപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി തീർത്തുകൊണ്ടിരിക്കുന്നത്. നവകേരള സദസ്സ് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തു. മാത്രമല്ല, ഒരു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഡിവൈഎഫ്ഐ നേതാവിനെ രക്ഷപ്പെടാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല, ആ ഇരയുടെ കുടുംബത്തിന് സ്വൈര്യമായി നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ച അതേ പിണറായിയുടെ പോലീസാണ് ഇപ്പോൾ വീട്ടിൽ കയറി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിലെ തെരുവിലുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ്, കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടിൽ കയറി അദ്ദേഹത്തിൻ്റെ മാതാവ് പറഞ്ഞത് വീട്ടിൽ അകത്ത് കയറി ബെഡ്റൂമിൽ കയറി ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതെന്നാണ്. ഇത് കേരളത്തിൽ ഒരു നിലക്കും പ്രതിപക്ഷം ഇനി സമരം ചെയ്യാൻ പാടില്ല. സമരം ചെയ്താൽ നവകേരള സദസ്സ് പരാജയപ്പെട്ടതുപോലെ സർക്കാരിന് കൂടുതൽ മാനഹാനി ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞ് ഇനി സമരങ്ങളെ പാടില്ല എന്ന നിലക്കുള്ള ഒരു തീരുമാനവുമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അംഗീകരിക്കാനാവില്ല. മാത്രമല്ല, ഇത് പ്രതിപക്ഷ നേതാവിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. പ്രതിപക്ഷ നേതാവ് ഈ കേസിൽ ഒന്നാം പ്രതിയാണ്. പ്രതിപക്ഷ നേതാവിനെ തന്നെ അറസ്റ്റ് ചെയ്ത് കളയും എന്നതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. ഈ നവകേരള സദസ്സിനെതിരെ സമരം ചെയ്ത ഡിവൈഎഫ്ഐക്കാർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതുപോലെ ഈ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ച ഡിവൈഎഫ്ഐക്കാർക്ക്, ചെടിച്ചട്ടി കൊണ്ട് തല തല്ലിപ്പൊളിച്ച ഡിവൈഎഫ്ഐക്കാർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. അതുപോലെ തന്നെ പോലീസ്, ഈ സമരക്കാരെ അടിച്ചമർത്തിയ പോലീസിന് ഗുഡ് സർവീസ് എൻട്രി കൊടുത്തു. ഇതെല്ലാം കേരള മുഖ്യമന്ത്രിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത പോലീസുകാർക്കും ഉടനെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഈ ഒരു കൊല്ലം മുമ്പ്, കൃത്യം ഒരു കൊല്ലം മുമ്പ് ഞങ്ങൾ നടത്തിയ യൂത്ത് ലീഗ് നടത്തിയ സമരത്തിൽ ഞങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്ത അതേ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയിലെ വീട്ടിൽ ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അതേ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ പിണറായിയുടെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുന്ന ചില പോലീസുകാരുണ്ട്. ആ പോലീസുകാരെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷത്തെ യുവജന സംഘടന നേതാക്കളെയും ഒക്കെ കേസിൽപ്പെടുത്തി ഇനി സമരം ചെയ്യാൻ പാടില്ല എന്ന നിലക്കുള്ള ഒരു തീരുമാനവുമായിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതിരോധിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. UDYF-ലെ പ്രതിപക്ഷ യുവജന സംഘടനയിലെ മറ്റ് യുവജന സംഘടനാ നേതാക്കളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരും ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. നാളെ ഞങ്ങൾ യോഗം ചേർന്ന് ബാക്കി സമരപരിപാടികൾ തീരുമാനിക്കും. നാളെ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലാണ് യോഗം. നാളെ രാവിലെ UDF-ൻ്റെ യോഗമുണ്ട്. അത് കഴിഞ്ഞ് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അതിൽ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. താങ്ക് യു.